നമ്മളോട് ദൈവം കാണിക്കുന്ന അവൻ്റെ അഗാധമായ സ്നേഹമാണ് ഈ അൽത്താരയിൽ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ യേശു. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത അതേ കർത്താവിൻ്റെ വചനം ചോദിക്കുന്നവർക്കെല്ലാം കൈയയച്ച് നൽകാൻ കഴിവുള്ള ഒരു കർത്താവ്. ഹൃദയം നുറങ്ങി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ ഇതാ കഴിവുള്ള ഒരു ശക്തനായ ദൈവം ഈ സന്ധ്യാസമയത്ത് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ഒന്നിനെയും കുറിച്ച് നീ ഭയപ്പെടേണ്ട, ആകുലപ്പെടുകയും വേണ്ട, ഉത്കണ്ഠാകുലനാകുകയും വേണ്ട. നിന്റെ ദൈവത്തിനറിയാം നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആഗ്രഹങ്ങൾ. അവനറിയാം നിന്റെ സങ്കടത്തിൻ്റെ ആഴം. കടലോളം സങ്കടമാണ് നീ ഇന്ന് അനുഭവിച്ചെങ്കിൽ ഈ ദൈവിക സന്നിധിയിലായിരിക്കുന്നെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് അറിയാത്ത ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അവന് മാറ്റാനും കഴിയാത്ത ഒന്നുമില്ല. അവിടത്തേക്ക് നിന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ, ലഘൂകരിച്ചു തരുവാൻ കഴിയുള്ള ഒരു കർത്താവ് ഇതാ ഈ ആലയത്തിൽ ഈ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ എന്തിനെ കണ്ടാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? എന്താണ് നിങ്ങളെ അസ്വസ്ഥചിത്തനാക്കുന്നത്? എന്തിനെ കണ്ടാണ് നിങ്ങളോ നിങ്ങളുടെ കുടുംബവും സങ്കടപ്പെട്ട് കഴിയുന്നത്? എല്ലാ ആകുലതകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എന്നെ കരം പിടിച്ച് കരകയറ്റാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ആ ഈശോയിൽ നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. ഏത് ഭാരവും നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവെങ്കിലേക്ക് സമർപ്പിക്കുവാൻ പോരുന്നൊരു വിശ്വാസം നിനക്ക് ഈ സന്ധ്യാസമയത്തുണ്ടാകും. എങ്കിൽ മാത്രമേ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ ശക്തി നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവാണ് ഈ തിരുപ്പൂസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത കാര്യങ്ങൾ ദർശിക്കുവാനായിട്ടുള്ള കൃപ ഈ സായം സന്ധ്യയിൽ ദൈവം നിനക്ക് വേണ്ടി നൽകും. കണ്ണു തുറന്ന് നിന്റെ സങ്കടങ്ങൾ, ഹൃദയം തുറന്ന് നിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ കർത്താവേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൽ അഭയം തേടുന്നതല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവമേ നിന്നിൽ അഭയം തേടുന്നതാണല്ലോ നല്ലതെന്ന് വചനത്തിലൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ ഈശോയെ. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നീ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. മക്കളില്ലാത്ത ദുരന്തവസ്ഥയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. കുടുംബ ദാമ്പത്യ തകർച്ചകളെ കർത്താവെ ഏറ്റെടുക്കണമേ. തൊഴിലില്ലായ്മകളെ ഏറ്റെടുക്കണമേ. എൻ്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ. സഹിക്കാൻ വയ്യാത്ത വേദനകളെ ഏറ്റെടുക്കണമേ യേശുവേ. ഈശോയെ സുഖപ്പെടുത്തണമേ കർത്താവേ. അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ യേശുവേ. അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഈ ജനത്തെ മുഴുവനായിട്ട് ഒരുക്കണമേ. അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ആത്മാവനാ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താ നിറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഗായിക സംഘത്തോടൊപ്പം യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഗാനം ആലപിക്കാം. കണ്ണുകൾ അടച്ച് നിന്റെ സങ്കടങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ചങ്കിൻ്റെ വേദന എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം തമ്പുരാൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ, ഒഴിഞ്ഞ കരങ്ങളാണ്, സങ്കടങ്ങളാണെന്ന് യേശുവേ. എൻ്റെ വേദനകൾ ഏറ്റെടുക്കണമേ. എൻ്റെ രോഗങ്ങളൊന്ന് മാറ്റി തരണമേ. പ്രയാസങ്ങളും പ്രതിസന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും കരകയറ്റുവാനുള്ള കൃപ നൽകണമേ. അതിർത്തി പ്രശ്നങ്ങളെ എന്നുമായി പരിഹരിക്കുവാനുള്ള വഴി കാണിച്ചു തരണമേ. ദൈവമേ, നിന്റെ ഹൃദയത്തിന് എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ ആകുലതകളും ആശങ്കകളും സമർപ്പിച്ച് നമുക്ക് ഈശോയെ ഒരുമിച്ച് വാഴ്ത്താം.